നമസ്കാരം. നിങ്ങൾക്ക് ഇത്തരത്തിൽ കരം ചുങ്കം അത് ഭാരതത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഞങ്ങളും ഒരു നിലപാട് സ്വീകരിക്കുന്നു. അമേരിക്കയ്ക്കെതിരെ, ഡൊണാൾഡ് ട്രംപിനെതിരെ നിങ്ങളുടെ സൗഹൃദം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുമായിട്ടുള്ള യാതൊരുവിധ വാണിജ്യ കരാറുകളും ഞങ്ങൾക്ക് വേണ്ട, അതെല്ലാം ഞങ്ങളും റദ്ദു ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഭാരതം ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളെ എങ്ങനെയെങ്കിലും തന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. പല രാഷ്ട്രങ്ങളെടുത്തും ഇതേ നയം, ഇതേ തന്ത്രം ഡൊണാൾഡ് ട്രംപ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആ കെണിയിൽ വീണത് വെനിസ്വേലയാണ്. ഭാരതത്തെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ ഭരണകൂടത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായപ്പോൾ ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ് തന്നെ ഭാരതത്തിലേക്ക് ഫോൺ കോളിലൂടെ ഞങ്ങളും നിങ്ങളുമായിട്ടുള്ള സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിക്കണം, നമ്മുടെ വാണിജ്യ കരാറുകൾ വീണ്ടും പഴയ രീതിയിലാക്കണം എന്നുള്ള ഒരു ക്ഷമാപണമൊക്കെ നടത്തിയ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതല്ല. നിക്കോളസ് മഡുറയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മയക്കുമരുന്ന് കേസ് ആരോപിച്ചുകൊണ്ടാണ് വെനിസ്വേലയിൽ നിന്നും ഇത്തരത്തിൽ ലോക പോലീസിന്റെ സഹായത്തോടു കൂടി US അതല്ലെങ്കിൽ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കൂടി കൊണ്ടുപോകുന്നത്. ഇതിലൂടെ എന്താണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളോട് മുട്ടിയാൽ മറ്റുള്ള രാഷ്ട്രങ്ങളുടെയും അവസ്ഥ ഗതികേട് ഇത് തന്നെ ആയിരിക്കും, മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ രാഷ്ട്ര തലവന്മാരെയും ഇത്തരത്തിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പാണ് സത്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ആ ഒരു സംഭവ വികാസത്തിലൂടെ പുറത്തേക്ക് കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എവിടെയൊക്കെ പോയാലും ഏറ്റവും അവസാനം ട്രംപിന്റെ ലക്ഷ്യം ഭാരതമാണ്. ഭാരതത്തെ കാൽച്ചുവട്ടിലാക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ പറയാതെയുള്ള ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് പല പല തെളിവുകളും ട്രംപായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് വച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ വെനിസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇപ്പോൾ സ്വമേധയാ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ട്രംപ്, ഞാനാണ് ഇനി മുതൽ വെനിസ്വേലയുടെ പ്രസിഡന്റ്, എന്റെ കീഴിലായിരിക്കും വെനിസ്വേല എന്ന്. ശ്രദ്ധിക്കുക, അമേരിക്കയുടെ കീഴിലാണെന്ന് പോലും ഡൊണാൾഡ് ട്രംപ് പറയുന്നില്ല, എന്റെ കീഴിലായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത്തരം വാദങ്ങളെയൊന്നും ലോക രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എടുത്തു പറഞ്ഞാൽ ചൈനയും റഷ്യയും അടങ്ങുന്ന ലോക രാഷ്ട്രങ്ങളൊന്നും ട്രംപിന്റെ അധിനിവേശത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, 100% എതിർക്കുന്നു. ട്രംപിന്റെ ഏകാധിപതിയായിട്ടുള്ള ഈ സ്റ്റൈലിലൂടെ മറ്റുള്ള രാഷ്ട്രങ്ങളെ സ്വന്തം കാൽ കീഴിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ അടിയറവ് പറയിപ്പിക്കാം എന്നൊരു ചിന്ത ട്രംപിനുണ്ടെങ്കിൽ ആ ഒരു പരിപാടിയുമായിട്ട്, ആ ഒരു തന്ത്രം നയവുമായിട്ട് ഭാരതത്തിനെ മുട്ടാൻ നിൽക്കരുത്. കാര്യം ഭാരതം പഴയതുപോലെയൊന്നുമല്ല, അടിച്ചാൽ തിരിച്ചടിക്കും, അടിക്കടി നേർക്കുനേർ, ആ ഒരു സ്റ്റൈലിലാണ് ഭാരതം ഇന്ന് മുന്നോട്ട് പോകുന്നത്. തങ്ങളെ ഉപദ്രവിക്കാൻ ഒരാൾ ലക്ഷ്യമിടുന്നുണ്ടെന്നൊരു തോന്നൽ കിട്ടിയാൽ പോലും സ്പോട്ടിൽ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഭാരതം മാറിയിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. അതുമാത്രമല്ല, ട്രംപിന് മറ്റൊരു ഭയമുണ്ട്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ലോക രാഷ്ട്രങ്ങൾ വില കൊടുക്കുന്നതുകൊണ്ട് തന്റെ താക്കോൽ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു പേടി, ഭയം ട്രംപിനുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെ തന്റെ അധീനതയിൽ കൊണ്ടുവന്നിട്ട് ഭാരതത്തെ ആക്രമിക്കാം എന്നൊരു കൃത്യമായ ഒരു പ്ലാനിങ് ട്രംപിന്റെ മനസ്സിൽ ഉണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ചിന്തിക്കുക, ഇന്ന് ഭാരതം പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ അനുസരിക്കും. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തോടൊപ്പം നിൽക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാമനായി മാറുവാനുള്ള ഭാരതത്തിന്റെ ഈ കുതിച്ചുചാട്ടത്തെ തകർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇനി മറ്റുള്ള രാഷ്ട്രങ്ങളെ സ്വന്തം കാൽക്കീഴിലാക്കിയിട്ട് ഭാരതത്തെ തകർക്കാമെന്ന് വിചാരിച്ചാലും ആ ചിന്തയും ട്രംപിന് വെള്ളത്തിൽ വരച്ച വര പോലെ കാണുവാനേ സാധിക്കുള്ളൂ. എന്തായാലും വെനിസ്വേലയ്ക്കെതിരെ ഇപ്പോ താനാണ് വെനിസ്വേലയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് സ്വമേധയാ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ട്രംപിനോട് ഒന്നേ പറയുവാനുള്ളൂ, ഏകാധിപതിമാരുടെ എല്ലാം അവസാനം അല്ലെങ്കിൽ ഒടുക്കം ഒരു പക്ഷേ അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസാനമായി മാറിയ ചരിത്രമാണ് ഈ ലോക രാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ട്രംപിന്റെ ഈ ഏകാധിപതി സ്വഭാവം അത് നിർത്തിയില്ല എങ്കിൽ അത് ട്രംപിനും അമേരിക്കയ്ക്കും തന്നെയാണ് ഭീഷണി എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല.